എത്ര ഖുറാൻ ഓത്ത് ശൈലികളുണ്ട് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഹാഫിസ് പറയാ? 7 അതെ. എത്ര എഴുത്ത് ശൈലികൾ, അറബി എഴുത്ത് ശൈലികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടില്ല. പെട്ടെന്നല്ല, നമ്മൾ കുറെ റിസർച്ച് ചെയ്താൽ പോലും ചിലപ്പോൾ ഒരു കൃത്യമായ മറുപടി അവർ കിട്ടണമെന്നില്ല. ലോകത്ത് എത്രത്തോളം എത്ര അറബി എഴുത്ത് ശൈലികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കും പ്രത്യേകിച്ച് ഉത്തരവില്ല അതിന്. പക്ഷേ എന്താ പറയുക, ഓരോ പ്രാദേശികമായി എടുത്താൽ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നെ ആഫ്രിക്കൻ കൺട്രീസ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എഴുത്ത് ശൈലി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹത്ത് തുനീഷ്യയിലുണ്ടായത്, അവിടെ തന്നെ ഹത്ത് മഗ്രിബി മൊറോക്കൻ സ്റ്റൈലുണ്ട്, ചൈനയിലുണ്ട് ഹത്ത് ചൈനീസ് സ്റ്റൈലുണ്ട്, പിന്നെ നമ്മുടെ നാട്ടിലും പൊന്നാനി സ്റ്റൈൽ ഉണ്ടായിട്ടുണ്ട്, ഹത്ത് പൊന്നാനി ഉണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കയിൽ തന്നെ മേജർ ആഫ്രിക്കൻ പാർട്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഹത്ത് സുഡാനി ഉണ്ട്, ഹത്ത് ബർണാവി ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ വേറെ ഉണ്ട്. ഈ ഖുറാനിലൊക്കെ കാണുന്ന ഏതായിരിക്കും? ഖുറാനിലുള്ള നെസ്ഖ് സ്റ്റൈലാണ്. ഇപ്പോൾ നമ്മൾ മദീനയിലും ഒക്കെ നമ്മൾ വായിക്കും, നമ്മൾ സാധാരണ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ വായിക്കപ്പെടുന്ന ഖുറാൻ എന്ന് പറയുന്നത് നെസ്ഖ് സ്റ്റൈലിലാണ്. അതാണ് പോപ്പുലർ ആയിട്ടുള്ളത്. പക്ഷെ മറ്റു എഴുത്ത് ശൈലികളിലും ഖുറാൻ കാലിഗ്രാഫി രൂപത്തിൽ അല്ലെങ്കിൽ എഴുത്ത് ശൈലികൾ കാണാൻ കഴിയും. പക്ഷേ ഒരു 90% ഖുറാൻ കോപ്പികളും ഇന്ന് ഇറക്കപ്പെടുന്നത് നെസ്ഖ് സ്റ്റൈലിലാണ്. പിന്നെ സുലുസ് സ്റ്റൈലാണ്. സുലുസ് സ്റ്റൈൽ ഖുറാനിൽ തന്നെ ഉണ്ട്. ഖുറാന്റെ ഹെഡിങ്ങുകൾ എഴുതുന്നത്, അതുപോലെ തന്നെ ഓരോ സൂറത്തിന്റെ പേരുകൾ എഴുതുന്നത് സുലുസ് സ്റ്റൈലായിരിക്കും. പക്ഷെ ഖുർആന്റെ ആയത്തുകൾ എഴുതുന്നത് നെസ്ഖ് സ്റ്റൈലായിരിക്കും. അപ്പോൾ ഈ ഡിഫറൻസ് മനസ്സിലാക്കി നമുക്ക് കുറെയൊക്കെ ഇത് തിരിയും. അതെ. പക്ഷെ ഓരോ ഹർഫുകൾ എഴുതുന്നതിന് കൃത്യമായ നിയമാവലികളുണ്ട് ട്രഡീഷണൽ കാലിഗ്രാഫിയിൽ. അപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമ്മൾ പിന്നെ ഖുറാൻ ഓതുമ്പോൾ മഹ്റജ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലേ, തജ്വീദ് ഇല്ലാതെ എത്ര മനോഹരമായിട്ട് ഖുറാൻ ഓതിയാലും ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അതൊരിക്കലും എന്താ പറയുക, ഒരു നല്ല ഓത്ത് നമ്മൾ വിലയിരുത്തൂല. അതുപോലെ തന്നെയാണ് നമ്മൾ അറബി എഴുത്ത് കാലിഗ്രാഫിയിൽ എഴുതുമ്പോൾ അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഒരു ഹർഫ് എഴുതുന്നതിന് ഇത്ര നുക്ത വേണമെന്നുണ്ട്. അപ്പോൾ ആ നുക്തകൾ പാലിച്ചുകൊണ്ട് ഓരോ ഹർഫുകളും ഇത്ര വർഷം എടുത്തിട്ടാണ് ഓരോ ഹത്താത്തുകളും പഠിക്കുക. അപ്പോൾ ഒരു മാസ്റ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പിന്നെ പ്രധാനപ്പെട്ട ഒരു അറബി കാലിഗ്രാഫറായി മാറണമെങ്കിൽ വർഷങ്ങൾ എടുക്കുന്നൊരു പ്രോസസ്സാണത്. ഇപ്പം ഞാനൊക്കെ അറബി പഠിക്കുന്ന സമയത്ത് നമുക്കതൊരു ഇത്ര റൂൾസുള്ളൊരു സാധനമല്ലല്ലോ. അപ്പം ഞാനത് ഇങ്ങനെ നോക്കും, നമ്മൾ റെഫറൻസ് എടുക്കും, അതിലെ പോലെ അറ്റങ്ങൾ ഇങ്ങനെ കൂർപ്പിച്ച് ഇങ്ങനെ അറ്റങ്ങനെ വരച്ചിട്ട് അവിടെ ഇങ്ങനെ കളർ എടുക്കണ പോലെ വരച്ച് അതിനെ നമ്മൾ ഇമിറ്റേഷൻ എന്നാണ് പറയുക. ഇപ്പോൾ ഹാഫിസ് ചെയ്ത കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികളോടൊക്കെ പറയാം, നിങ്ങൾ കാലിഗ്രാഫി പഠിക്കുമ്പോൾ ഇമിറ്റേറ്റ് ചെയ്യണം. ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു കുട്ടിക്ക് അയാളുടെ ഉള്ളിൽ എത്രത്തോളം കാലിഗ്രാഫി ടാലന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാം. ഇതിൽ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ ഒട്ടോമൻ കാലത്ത് കാലിഗ്രാഫി മേഖലയിലേക്ക് വരുന്ന ആൾക്ക് 2 ക്വാളിഫിക്കേഷൻ ഒട്ടോമൻ സുൽത്താൻമാർ നിർബന്ധമാക്കിയിരുന്നു. അതൊരു കാലിഗ്രാഫറായിട്ട് ജോലി ലഭിക്കണമെങ്കിൽ 2 പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞത്, ഒന്ന് പിന്നെ നല്ല കൈയെഴുത്ത് കല അല്ലെങ്കിൽ നന്നായിട്ട് എഴുതാനുള്ളൊരു പിന്നെ കഴിവുണ്ടായിരിക്കണം. ഇത് പഠിക്കണമെങ്കിൽ അല്ല, ഈ ജോലി കിട്ടണമെങ്കിൽ ഇവരുടെ കീഴിൽ, അതായത് സുൽത്താന്റെ കീഴിൽ വർക്ക് ചെയ്യാനുള്ള ജോലി കിട്ടണമെങ്കിൽ എന്ത് വേണം? നന്നായിട്ട് എഴുതാനുള്ള കഴിവുണ്ടായിരിക്കണം ഒന്ന്. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയണം. അപ്പോൾ ഇത് 2ഉം ആയിരുന്നു ഒരു കാലിഗ്രാഫറിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ആ കാലഘട്ടത്തിലുള്ള ആളുകൾ വെച്ചിരുന്ന മാനദണ്ഡങ്ങൾ. പക്ഷേ പിന്നീട് അതൊക്കെ മാറി എന്ന് പറഞ്ഞാൽ കഴിവ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി. മാസ്റ്റേഴ്സ് ഒരുപാട് വന്നു, ഒരുപാട് സ്കൂളുകൾ, ഇതേപോലെ കാലിഗ്രാഫി സ്കൂളുകൾ ബഗ്ദാദിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും തുടങ്ങി. അവിടെയൊക്കെയും ഇത്തരം പിന്നെ കുട്ടികൾ, നല്ല ഒരുപാട് കുട്ടികൾ വളർന്നു വരികയും അവരൊക്കെ പിന്നീട് മാസ്റ്റേഴ്സ് ആവുകയൊക്കെ ചെയ്തു. ഈ ദില്ലിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ പിന്നെ ദില്ലിയിലേക്കുള്ള ഈ പറയുന്ന നമ്മൾ ദില്ലി സുൽത്താന്മാരുടെ കാലഘട്ടം എടുത്താൽ തന്നെ അതിൽ ഫിറോസ് ഷാ തുഗ്ലക്ക്, അതുപോലെ തന്നെ അവിടെ നമ്മുടെ മുഗളന്മാരുടെ കാലത്ത് പോയി കഴിഞ്ഞാൽ ഈ കാലിഗ്രാഫിയുടെ പീക്ക് സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയാം. കാരണം ഒരുപാട് പിന്നെ പണ്ഡിതന്മാർ മാത്രമല്ല, ഈ മേഖലയിൽ, ഈ കാലിഗ്രാഫി മേഖലയിൽ പ്രാവീണ്യമുള്ള പണ്ഡിതന്മാരുണ്ട്. അവർ ആർട്ടിസ്റ്റ് മാത്രമല്ല, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരൊന്നും എല്ലാവരും നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്ന് വന്നവരല്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളല്ല, ഡൽഹിക്കാരും അല്ല. അവരെല്ലാവരും ഇവരെ ഇറാനിൽ നിന്നോ തുർക്കിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ആർട്ടിസ്റ്റുകളാണ്. മുഗളന്മാർ അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ താജ്മഹൽ കാലിഗ്രാഫി ചെയ്ത വ്യക്തി.
അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് അസദുള്ള ബേഗ് എന്നാണ് അദ്ദേഹം അറിയപ്പെടാം. സോറി, അദ്ദേഹത്തിന്റെ പേര് അമാനത്ത് ഖാൻ ഷിറാസി എന്നാണ് അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുത്ത പേരാണത്. അദ്ദേഹത്തിന് ശരിക്കുള്ള പേര് വേറെയാണ്. അമാനത്ത് ഖാൻ ഷിറാസി എന്നുള്ള ഷാജഹാൻ അദ്ദേഹത്തിന് കൊടുത്ത പേരാണ്. അപ്പോൾ ഇദ്ദേഹം പിന്നെ ഷിറാസ്, ഇപ്പോഴത്തെ ഇറാനിലുള്ള ഷിറാസിൽ നിന്നാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ദില്ലിയിൽ കാണുന്ന ഒരുപാട് മോണമെന്റ്സിൽ എഴുതിയതൊന്നും ഒരു പക്ഷേ അതിന്റെ ചില സ്ഥലങ്ങളിലൊക്കെ അവരുടെ പേര് അതിന്റെ താഴെ ഉണ്ടാവും. ഇപ്പൊ താജ്മഹലിന്റെ പിന്നെ കാലിഗ്രാഫറുടെ പേര് അവിടെ തന്നെ ഉണ്ട്, താജ്മഹലിന്റെ ആ ഒരു ഇൻസ്ക്രിപ്ഷന്റെ താഴെ എഴുതിയിട്ടുണ്ട്.